ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്ത ട്രേഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇന്നും ലോസ് തന്നെയാണ്, ഏകദേശം ഒരു 500 രൂപ അടുപ്പിച്ച് ലോസാണ് ഇന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച കണക്കല്ല, പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലുള്ള അല്ലായിരുന്നു, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലോങ് ടൈം ഇതിൽ നോക്കുകയാണെങ്കിൽ, ലോങ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിങ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു ഒരു ഷോർട്ട് പൊസിഷനാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടത്. അപ്പോൾ ഞാൻ കണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ 2 പ്രാവശ്യം മാർക്കറ്റ് ആദ്യം നല്ലൊരു ഫോളോ വന്നതിന് ശേഷം മാർക്കറ്റ് ഈ 2 തവണ ഈ സെയിം ലെവലിൽ റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് ഈ ഒരു ലെവലിൽ തിരിച്ചൊരു റീടെസ്റ്റ് നടത്തിയപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് എടുത്ത് ഏകദേശം 10-15 മിനിറ്റിൽ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് നല്ലൊരു റിവേഴ്സലൊന്നും പറയാൻ പറ്റത്തില്ല. അതിനുശേഷം മാർക്കറ്റ് അത്യാവശ്യം ചെറിയൊരു രീതിയിൽ അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കുറച്ച് സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിരുന്നാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത്, ഇവിടെ നിന്ന് നല്ലൊരു ഫോള് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം താഴോട്ട് ഒരു ഫോള് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ലോസ് അക്സെപ്റ്റ് ചെയ്തു. എല്ലാ ദിവസത്തെ പോലെ 500 റുപ്പീസ് ആയിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഈ മാസം ഇത്രയും നാൾ ലോസ് അടിച്ചത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇനിയുമുണ്ട് 10-12 ദിവസത്തോളം നമുക്കിനി വർക്കിംഗ് ഡേയ്സ് ഉണ്ട്, ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ, നമുക്ക് നമ്മുടെ ലോസ് കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ആ ഒരു ലോസിൻ്റെ പകുതിയെങ്കിലും കവർ ചെയ്യാൻ പറ്റുമോ, എന്തായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും ലോസിലാണ് ഈ മന്ത് ഏകദേശം ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ട്, തിരിച്ചു വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ഗൈസ്.